എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വരുൺ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നേർക്കാഴ്ച. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മേയറിനെ കുറിച്ച് രണ്ട് വാക്ക് പറയാനാണ്. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തുകയാണെങ്കിൽ ഞാൻ ഇടുന്ന ഓരോ കണ്ടൻറ്റും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ കണ്ടൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മേയറുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇങ്ങനെ ചില കാര്യങ്ങൾ, അതായത് മേയറും ഡ്രൈവറും തമ്മിലുള്ള വിഷയം നമ്മുടെ റോബിൻ ബസ്സിൻ്റെ ഓണറായ ഗിരീഷ് ഏട്ടൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും അദ്ദേഹം ഒരു പ്രസ്താവന ഇറക്കുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ആ പ്രസ്താവന എന്താണ് കേൾക്കാം, എന്നിട്ട് ബാക്കി. ഓക്കെ, അയാളെ ഞാൻ അറിയൊന്നുമില്ല, പക്ഷെ അയാൾക്കൊരു പറയുന്നതിൽ ഒരു ന്യായമുണ്ടെന്നും അതിൻ്റെ അകത്തൊരു സത്യമുണ്ടെന്നും എനിക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. അതിപ്പോഴും ഞാൻ ആവർത്തിക്കുന്നു. യദു എന്നെ വിളിച്ചാൽ ഡ്യൂട്ടി കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. അതിൽ യദു എൻ്റെ കൂടെ വരികയാണെങ്കിൽ തുടർന്നുള്ള ഈ കേസിന്റെ നടത്തിപ്പുകളും കാര്യങ്ങളും ഞാനത് ഏറ്റെടുക്കുകയും ചെയ്യും. അത് ഏത് രീതിയിൽ യദുവിന് ജയം ഉണ്ടാക്കാവോ ആ രീതിയിൽ ഞാനത് ചെയ്യുകയും ചെയ്യും. പക്ഷെ യദു വന്നില്ല എങ്കിൽ എനിക്ക് പറയാനില്ല. പിന്നെ യദു എന്തുകൊണ്ട് KSRTC നിൽക്കുന്നു ചോദിച്ചാൽ എനിക്ക് പറയാൻ അറിയില്ല. ഒരു ദിവസം ഡ്യൂട്ടി ചെയ്താൽ 710 രൂപ കിട്ടും, 715 രൂപ ഇങ്ങനത്തെ കിട്ടും. അപ്പം ഒരാള് കോഴിക്കോടോ വയനാടോ പോയിട്ട് വരുമ്പം അവൻ രണ്ട് ഡ്യൂട്ടി കിട്ടുമ്പം 1500 രൂപ കിട്ടും. ആ സ്ഥാനത്ത് എന്റെ പത്തനംതിട്ട കോയമ്പത്തൂർ വണ്ടി ഓടുന്ന ആളിന് 3000 രൂപ ശമ്പളമുണ്ട്. അപ്പം ഏതാ ഭേദം കൂട്ടട്ടെ. അതാലോചിച്ചിട്ട് പുള്ളി പോരുകയാണെങ്കിൽ ഓക്കെ, ഞാൻ ധൈര്യമായിട്ട് ഡ്യൂട്ടി കൊടുത്തിരിക്കും. യദുവിന് ജോലി കൊടുക്കാൻ താങ്കൾ തയ്യാറാണ്? 100% ഞാൻ തയ്യാറാണ്. ഒപ്പം വെല്ലുവിളിയുടെ ഭാഗമായിട്ട് തന്നെ കൂട്ടാം. ഒപ്പം അദ്ദേഹത്തിനെതിരെയുള്ള കേസുകളും താങ്കൾ ഏറ്റെടുത്ത് നടത്തും? കാരണം നടത്തിയാൽ വിജയം കണ്ടെത്തും എന്നുള്ളത് എനിക്ക് ഉറപ്പുള്ള കേസുകളാണ്. അതിന്റെ പോയിന്റുകൾ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മള് ചിന്തിക്കുക, നിസാർ ഒരു ഫോൺ കോൾ, ഒരു ഫോണിൽ ഒരു സിറ്റിയിലെ മേയർ ഒരു ഫോൺ കോൾ ചെയ്താൽ തീരാവുന്ന കാര്യത്തിന് വേണ്ടിയാണ് ഈ കോലാഹലങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത്. നമുക്കറിയാമല്ലോ, KSRTCയുടെ ബസ്സുകൾ തടഞ്ഞ പല കേസുകളും ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാം തന്നെ ആ കേസ് പോലീസ് എടുത്തിട്ടുമുണ്ട്. എന്തേ ഇത് KSRTCയുടെ കേസ് എടുക്കാത്തെ? തടയുന്ന ആളുകൾക്കെതിരെ കേസ് എടുക്കുന്നതാണ് പതിവ്, പക്ഷെ ഇവിടെ അത് ഉണ്ടായില്ല എന്നുള്ളതാണ് ആരോപണം, അല്ലേ? ഇത് നേരെ തിരിഞ്ഞു പോയി. ഇത് യദുവിന് KSRTC ഡ്രൈവർക്കെതിരെ കേസെടുത്തു. കാരണം അവര് വഹിക്കുന്ന പദവിയുടെ വിലയാണെന്ന് കൂട്ടുക. ഞാൻ ചോദിക്കുന്ന ഇതേ ഉള്ളൂ, അവര് വഹിക്കുന്ന പദവിയുടെ വില എന്തെന്ന് ചിന്തിക്കാൻ അവർക്ക് ബോധമില്ല. പോലീസിനാണ് ബോധം. പോലീസ് അതുകൊണ്ട് KSRTC ഡ്രൈവർക്കെതിരെ കേസെടുത്തു. നേരെ മറിച്ച് ആ വണ്ടി തടഞ്ഞവർക്കെതിരെയല്ലേ കേസെടുക്കേണ്ടത്? ഈ മേയറുടെ ഒക്കെ ഭാഗത്തുനിന്ന് ഒരു പക്വതക്കുറവ് ഉണ്ടായി എന്നുള്ളതാണ് താങ്കൾ പറഞ്ഞു വയ്ക്കുന്നത്. തീർച്ചയായിട്ടും മേയർക്ക്, കാരണം പ്രായത്തിന്റെ പക്വതയൊന്നും അല്ല, ഇതൊരു പ്രായോഗിക ബുദ്ധി, അല്ലെങ്കിൽ ഒരു നിയമത്തിന്റെ കാവൽക്കാരല്ല അവര് നിയമം നടപ്പിലാക്കാൻ വേണ്ടി ഇറങ്ങാന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? അത് ഭീഷണിയിലൂടെ പേടിപ്പിച്ച് കാര്യങ്ങൾ സാധിക്കുന്ന രീതിയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. കാരണം എനിക്ക് എന്റെ അനുഭവം അറിയാം. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ കാര്യങ്ങളിലും നടക്കുന്ന കാര്യം ഇതൊക്കെ തന്നെയാണ്. KSRTCയുടെ ഭാഗത്തുനിന്ന് ഇപ്പം ഞാൻ അവരെ ന്യായീകരിക്കൊന്നുമല്ല. യദു എന്ന് പറഞ്ഞ വ്യക്തിക്കെതിരെ എടുത്തിരിക്കുന്ന ഈ നടപടികളെല്ലാം തെറ്റാണ്. കാരണം അതിന് യദു സ്ട്രോങ് ആയിട്ട് നിന്നാൽ ഇവര് അതിന് ഒത്തിരി വില കൊടുക്കേണ്ടിയും വരും. കാരണം ഇല്ലെങ്കിൽ KSRTC പല കാര്യങ്ങൾക്കും മറുപടി പറയാൻ പറ്റാതെ മിണ്ടാതിരിക്കേണ്ടി വരും. താങ്കൾ ഈ യദുവായിട്ട് സംസാരിക്കാൻ ശ്രമിച്ചിരുന്നോ? യദു ഒരു യൂട്യൂബ് ചാനൽ വഴി എന്നെ വിളിച്ചിരുന്നു. ഞാൻ കൃത്യമായിട്ട് എന്റെ നിലപാട് ഞാൻ അറിയിച്ചിട്ടുണ്ട്. എന്ന് ഇത് പറ്റില്ല, ഇത് പെൻഷൻ ഒന്നും കിട്ടുന്ന കാര്യമല്ല, എന്ന് ഇത് പറ്റില്ല എന്ന് തോന്നിയ ആ സെക്കൻഡിൽ എന്നെ വിളിച്ചു. പിറ്റേ ദിവസം ഡ്യൂട്ടി ഞാൻ ഇട്ടേക്കാം. അതിനൊന്നും ഒരു മാറ്റവും ഇല്ല. നമ്മൾ പറഞ്ഞ വാക്കിന് പുറകോട്ട് പോവില്ല. ഇത് ഒരു കാര്യം മാത്രം പറയാണ്, നിലവില് പൊതുജനത്തിനോട് ചോദിക്കുക, ഈ അർഹതയില്ലാത്തവനെ അർഹതയില്ലാത്ത സ്ഥാനത്ത് പിടിച്ചിരുത്തിയാൽ എന്ത് നടക്കും എന്ന് ചോദിച്ചാൽ
അവനവൻ ഇരിക്കുന്നിടത്ത് അവനവൻ ഇരുന്നില്ലെങ്കിൽ അവിടെ ആരാണ്ടൊക്കെ കയറി ഇരിക്കുമെന്ന് പണ്ട് കാരണന്മാര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ആ അവസ്ഥയാണ് ഇപ്പം നടക്കുന്നത്. കാരണം ഇതേ ഉള്ളൂ, അവരവരുടെ വില എന്താണ്, അവരാരാണ് ശരിക്കും ഒന്ന് ആലോചിച്ച്. ആ മേയറോ MLA ആരെങ്കിലും ആ തിരുവനന്തപുരത്ത് ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ ഇല്ല ട്രാഫിക് സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഇത് ഇങ്ങനൊരു സംഭവം ഉണ്ടായി, ഇന്ന വണ്ടി ഇന്ന പോലെയാണ് നടന്നത് എന്ന് പറഞ്ഞാൽ പോലീസ് കേസെടുക്കുകയല്ലേ? ആ ഇതിനു വേണ്ടി ആ വണ്ടിയിൽ വന്ന യാത്രക്കാരെ മുഴുവൻ വഴിയിലിറക്കി വിട്ട് ആ മനുഷ്യനെ മുഴുവൻ കഷ്ടപ്പെടുത്തി 15 പേരെ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. ആ 15 പേരും മനുഷ്യരല്ലേ? ഇവിടുത്തെ നമ്മുടെയൊക്കെ നികുതിദായകർ തന്നെയല്ലേ അവരും? അവരെയാണ് വഴിയിലിറക്കി വിട്ടിട്ട് ഈ പറഞ്ഞ നമ്മൾ കൊടുത്ത അധികാരവർഗം നമ്മളെ വലിച്ച് വഴിയിലിറക്കി വിട്ടിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോയെന്ന് കൂട്ടണം. അപ്പൊ അതിന്റെ അർത്ഥം നമ്മൾ ഏത് നിലയിൽ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഓക്കെ, വ്യക്തമാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ട് കാണുമല്ലോ. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഈ KSRTC ഡ്രൈവർക്ക് ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ബസ്സിൽ ഡ്രൈവറായിട്ട് ജോലി കൊടുക്കും എന്നാണ് നമ്മുടെ ഗിരീശേട്ടൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ചെയ്യും, ഉറപ്പായിട്ടും ചെയ്യും. അപ്പോൾ ആ ഡ്രൈവറായ അജീഷിൻ്റെ കാര്യം സേഫായി. ഇനി നമുക്ക് നമ്മുടെ മേയർ കൊച്ചമ്മയുടെ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ആവശ്യമില്ലാത്ത കാര്യത്തിന് കയറി ഇടപെട്ട് ആവശ്യമില്ലാത്ത വിഷയങ്ങൾ ചെന്ന് ചാടി ആവശ്യമില്ലാത്ത വിഷയങ്ങളിലേക്ക് കടന്ന് സ്വന്തം സ്ഥാനം വരെ തെറിക്കുന്ന അവസ്ഥയായിരിക്കുമോ എന്തൊക്കെയായാലും നമ്മുടെ MLAയും പെട്ടു. MLA എന്തൊക്കെയായാലും ഇന്നത്തെ നമ്മുടെ റഹീമിൻ്റെ പ്രസ്താവനയോടുകൂടി MLA പെട്ട സ്ഥിതിയാണ്, ഏതാണ്ട് പെട്ട അവസ്ഥയാണ്. അപ്പം എന്തൊക്കെയായാലും ഭാര്യയും ഭർത്താവും മുഖത്തോട് മുഖം നോക്കി അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുകയാണെങ്കിൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോ ആണെങ്കിലും കണ്ടൻ്റ് ആണെങ്കിലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു കണ്ടൻറ്റുമായി കാണുമ്പോഴേക്കും ഗുഡ് ബൈ ഫ്രം വരുൺ 7 ഫ്രം നേർക്കാഴ്ച.